بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർമ്മശാസ്ത്ര സംബന്ധമായി പല മസലകളും നിയമങ്ങളും നമ്മൾ പല വീഡിയോകളിലായി പറയുകയുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് 45-ാമത്തെ വീഡിയോ ആണ്. നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഫിഖ്ഹിയായ മസലകൾ എടുക്കുമ്പോൾ ഒരു തലക്കൽ നിന്ന് ഇങ്ങനെ എടുത്തു പോവുകയാണ്. നോമ്പിൻ്റെ എല്ലാം നമ്മൾ കഴിഞ്ഞു. അതിൽ ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയെ സംബന്ധിച്ചുള്ള നിയമങ്ങളും പറഞ്ഞു. നോമ്പ് സമയമായതുകൊണ്ട് നോമ്പിന് മുൻഗണന നൽകിയതാണ് ഈ അവസരത്തിൽ. അതുകൊണ്ട് അതിൻ്റെ നോമ്പാകുമ്പോൾ ആ വീഡിയോ നിയമങ്ങളോ അത് പറയൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമസ്കാരമാണ് പറയേണ്ടത്. അതിൽ കുറേ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അറിയാത്തതെന്ന് വെച്ചിട്ടല്ല പറയുന്നത്. പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ എടുത്തു പോവുകയാണ്. അറിയാത്തവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുമായി, അറിയുന്നവർക്ക് ഓർമ്മ പുതുക്കാനും വേണ്ടിയാണ് എന്നല്ലാതെ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതല്ല എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ വഴിക്ക് വഴിയായി എടുത്തു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഫലപ്പെടട്ടെ എന്നുള്ള ദുആയോടുകൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. നമസ്കാരത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഷർത്തും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറഞ്ഞു. അതിൻ്റെ ഫർളുകളും സുന്നത്തുകളും വെവ്വേറെയായി ഈ വീഡിയോയിൽ പറയില്ല. ഇത് ഒരു പൂർണ്ണമായൊരു നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതിൽ സുന്നത്തും ഫർളും എല്ലാം പെടും. ഒരു പൂർണ്ണമായ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച് കാണിച്ചു തന്ന രീതിയിൽ സഹാബാക്കൾ നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു നമസ്കാരത്തിന് എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമസ്കാരത്തിന് ഫർളുകൾ കുറച്ചുണ്ട്, സുന്നത്തുകളും കുറച്ചുണ്ട്. ഫർള് സുന്നത്തുകൾ മാത്രം എടുത്താൽ നിസ്കാരം ശരിയാവില്ല. ഫർള് മാത്രം എടുത്താൽ നിസ്കാരം ശരിയാവും. സുന്നത്ത് എടുത്തില്ലെങ്കിലും വിരോധമല്ല. അങ്ങനെ ഫർളും സുന്നത്തുകൾ എടുത്താൽ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് എടുക്കുക തന്നെ വേണം. അപ്പോൾ സുന്നത്തും ഫർളും എല്ലാം എടുത്തുകൊണ്ട് ഒരു പൂർണ്ണമായ നമസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒന്ന് വേറെ തന്നെയാണ്. അതെല്ലാവരും അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് പിന്നെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ, അതിൻ്റെ അത് സംബന്ധമായ ആയത്തും ഹദീസുകളൊക്കെ ധാരാളമുണ്ട്. അതും നമ്മളിപ്പോൾ പറയുന്നില്ല. അത് ഈ നമസ്കാരം എങ്ങനെ നിർവഹിക്കുക എന്നുള്ളതിന് ശേഷമായിട്ടാണ് അതെല്ലാം വ്യക്തമായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയും. അതുപോലെ ദ്വാ നമ്മൾ ഈ ചെറിയ സൂറത്തുകളൊക്കെ നമസ്കാരത്തിൽ ഓതേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും നമ്മൾ വ്യക്തമായിട്ട് എല്ലാം ഓരോ വീഡിയോയിലുമായിട്ട് പറയും. അത് ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഈ വീഡിയോയിൽ നമസ്കാരം എങ്ങനെ എന്നുള്ളതാണ്. നമസ്കാരം തുടങ്ങുക തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്, അത് അവസാനിക്കുക സലാം കൊണ്ടും. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ട് ഭാഗത്തേക്കും മുഖം തിരിച്ച് സലാം
വീട്ടിൽ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു. അത് 1 റക്അത്ത്, 2 റക്അത്ത്, 3 റക്അത്ത്, 4 റക്അത്ത്. ഇതിൽ 1 റക്അത്തുള്ള നമസ്കാരമില്ല. 2 റക്അത്ത് സുബഹി, 3 റക്അത്ത് മഗ്രിബ്, 4 റക്അത്ത് ളുഹർ, അസ്ർ, ഇഷ. ഇങ്ങനെയാണ് 5 വക്ത് നമസ്കാരം. ഈ 5 വക്ത് നമസ്കാരം ഓരോ വ്യക്തിക്കും അത് നിർവഹിക്കൽ ഫർള് ഐനാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും പ്രവർത്തിക്കേണ്ട ചുമതലപ്പെട്ട നമസ്കാരമാണ് ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ. അത് 5 നമസ്കാരമാണ് ഡെയിലി. അപ്പോൾ ഇതിന് ഈ 5 ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ ഒരിക്കലും തെറ്റാതെ നിർവഹിക്കപ്പെടുമ്പോഴാണ് ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറയാം. അല്ലദീന യുഖീമൂന സ്വലാത്ത എന്ന് ഖുർആനിലൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ എന്നാണ് അതിന് പറയപ്പെടുന്നത്. യുഖീമൂന സ്വലാത്ത എന്ന് പറഞ്ഞാൽ നമസ്കാരം കൃത്യമായി സമയത്ത് യാതൊരു തെറ്റുമില്ലാതെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുക, പ്രായോഗികമാക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് യുഖീമൂന സ്വലാത്ത എന്നതിൽ ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറയാം. അതിന് വളരെയധികം പ്രതിഫലമുണ്ട്. ചിലപ്പോൾ നമസ്കാരം ഖളായി നിസ്കരിക്കുന്നവരുണ്ടാവും, ഖളാക്കാൻ പാടില്ല. നമസ്കാരം എങ്ങനെയായാലും അതിന് ഒഴിവഴിവില്ല. നമസ്കാരം 3 കാരണം കൊണ്ടാണ് നമസ്കാരം പാഴാക്കാൻ പറ്റുള്ളൂ. 1, സമയം തെറ്റി നിസ്കരിക്കാൻ പറ്റുന്നത് 3 കാരണങ്ങളെ കൊണ്ടാണ്. 1, മറന്നു പോവുക. നിസ്കാരത്തിൻ്റെ കാര്യം പാടെ മറന്നുപോയി. അങ്ങനെ മറക്കുന്നത് പിന്നെ ഒരു കാരണമായിട്ട് എണ്ണപ്പെടുമല്ലോ. പിന്നെ മറ്റൊരു കാരണം ജമ്മാക്കുക. ജമ്മാക്കുമ്പോൾ ളുഹറിനെ അസറിൽ നിസ്കരിക്കാം, അസറിനെ ളുഹറിലും നിസ്കരിക്കാം. അത് സമയം തെറ്റിയിട്ടാണ്. അതിന് ജമ്മ് എന്ന് പറയാം. ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ ളുഹർ അസറിലും, അസർ ളുഹറിലും നിസ്കരിക്കാം. അതുപോലെ മഗ്രിബ് ഇശയിലും, ഇശ മഗ്രിബിലും. സുബഹി ജമ്മാക്കാൻ പറ്റില്ല. സുബഹി വേറൊന്നായിട്ട് ജമ്മാക്കാൻ പറ്റില്ല. അപ്പോൾ ളുഹർ, അസർ, ഇശ, മഗ്രിബ് ഇതെല്ലാം ജമ്മാക്കുന്നത് കൊണ്ട് സമയം തെറ്റി നിസ്കരിക്കാൻ വരും. അതല്ല. മറ്റൊന്ന് പറഞ്ഞത് മറന്നു പോവുക. പിന്നെ ഒരു കാരണമുള്ളത് ഉറക്കത്തിൽപ്പെട്ടു പോയി. ളുഹർ നിസ്കരിച്ച് കിടന്നു, അസറാവുമ്പോൾ എഴുന്നേറ്റില്ല. അസറും കഴിഞ്ഞ് മഗ്രിബ് സമയത്ത് എഴുന്നേറ്റത്. അത് ആ സമയത്ത് ഉറക്കത്തിൽപ്പെട്ടു പോയി. അപ്പോൾ അതിനും കുറ്റമില്ല. ഇങ്ങനെ 3 കാരണങ്ങളാണ് നിസ്കാരം സമയത്ത് നിസ്കരിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. ശറഅ് അംഗീകരിക്കപ്പെടുന്ന കാരണങ്ങൾ 3 കാരണം. അപ്പോൾ സമയം തെറ്റി നിസ്കരിക്കുമ്പോൾ ഈ 3-ൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലാണ്. അതല്ലാത്ത നിലയ്ക്ക് സമയം തെറ്റി നിസ്കരിക്കാൻ പാടില്ല. കൃത്യമായി സമയത്ത് തന്നെ നിസ്കരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സുബഹി എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സുബഹി നിസ്കാരത്തിന് 2 റക്അത്താണ്. ഇത് പിന്നെ ബാങ്കും ഇഖാമത്തും ഒക്കെ നമ്മൾ പിന്നീട് പറയാം. ബാങ്കും ഇഖാമത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുക. അത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ നമസ്കാരം മാത്രമാണ് പറയുന്നത്. നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് നിയ്യത്ത് ചെയ്യുക. സുബഹിയുടെ നിയ്യത്ത് ഇങ്ങനെയാണ്. സുബഹി എന്ന പറഞ്ഞ നമസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. സുബഹി എന്ന പറഞ്ഞ നമസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആ നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. അപ്പം മനസ്സിൽ അങ്ങനെ കരുതണം. ഇപ്പം ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് 2 റക്അത്ത് സുബഹി എന്ന പറഞ്ഞ നമസ്കാരം 2 റക്അത്ത് അള്ളാഹുവിനെ നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി അള്ളാഹു അക്ബർ. ആ നിയ്യത്ത് മനസ്സിലുള്ളതിനോട് കൂടെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു അക്ബർ പറയുന്ന സമയത്ത് നിയ്യത്ത് മനസ്സിലുണ്ടാവണം. എന്നിട്ട് അള്ളാഹു അക്ബർ. ഈ അള്ളാഹു അക്ബർ പറയുന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര്. നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള നിയ്യത്തോടു കൂടി അള്ളാഹു അക്ബർ പറയുന്ന ആ അള്ളാഹു അക്ബറിന് തക്ബീറത്തുൽ ഇഹ്റാം. ഹറാമാക്കുന്ന തക്ബീർ. എന്താ ഹറാമാക്കുന്നത്?
ഇതിൻ്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും ഹലാലായിരുന്നു. ഭക്ഷണം കഴിക്കൽ, സംസാരിക്കൽ, ഇതൊക്കെ ഹലാലായിരുന്നു. ഈ അല്ലാഹു അക്ബർ പറഞ്ഞിടം മുതൽ അതൊക്കെ ഹറാമായി. ഇതാണ് ഹറാമാക്കുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ മറ്റുള്ളതൊക്കെ ഹറാമായി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഹലാലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ ചുമലിന് നേരെ ഉയർത്തണം, ഇങ്ങനെ ഉയർത്തണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കെട്ടുക, നെഞ്ചിൻ്റെ താഴെയായിട്ട്. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചിൻ്റെ താഴെയായിട്ട് വെക്കുക. ഇപ്പോൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലല്ല, ചൊല്ലലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും തെറ്റി പറയാറുണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക എന്ന്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുകയല്ല, ഹജ്ജിന് ഇഹ്റാം കെട്ടുക എന്ന് പറയും. ഹജ്ജിൽ പ്രവേശിച്ചു, നിയ്യത്ത് ചെയ്തു, ഹജ്ജിൽ പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇഹ്റാം കെട്ടൽ തന്നെ. പിന്നെ ഹജ്ജിൽ പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിസ്കാരത്തിൽ പ്രവേശിച്ചു അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാന്ന് പറയും. അത് പറയലാണ്, അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. മറ്റ് നിസ്കാരത്തിലുടനീളമുള്ള അല്ലാഹു അക്ബർ പറയുന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയില്ല, അത് തക്ബീർ എന്ന് മാത്രമേ പറയൂ. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചു, നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമസ്കാരത്തിൽ പ്രവേശിച്ചു. ഇനി ചെയ്യാനുള്ളത് വജ്ജഹത്തു അറിയാത്തവർക്ക് ഇപ്പോൾ ഞാൻ ഈ മുഴുവൻ പറയാം. അത് വീഡിയോ ഓൺ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ജഹത്തു. ഞാൻ വളരെ സാവകാശം പറയുന്നത് പരിചയമില്ലാത്തവർക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ സൗകര്യപ്രദമായ നിലയ്ക്കാണ് ഞാൻ സാവകാശം പറയുന്നത്. എല്ലാം അങ്ങനെ പറയാം, സാവകാശം പറയാം. അപ്പോൾ ഇങ്ങനെ വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതുക. അതെല്ലാം ഈ നൃത്തത്തിൽ തന്നെയാണ് കേട്ടോ. ഞാനിരുന്നിട്ടാ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിൽക്കാൻ കഴിവുള്ളവർ നമസ്കാരത്തിൽ നിൽക്കണം. നിന്നിട്ടാണ് ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ, നമസ്കാരത്തിൽ പ്രവേശിക്കലും എല്ലാ കാര്യങ്ങളും നിന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. നിസ്കാരം ഏതായാലും നിന്നിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ വജ്ജഹത്തു കഴിഞ്ഞു. ഇനി ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയാം. ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അപ്പോൾ ഫാത്തിഹ കഴിഞ്ഞു. ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതൽ സുന്നത്ത്. അത് പ്രത്യേകം സുന്നത്ത് ഫർള് എന്നുള്ള ഒന്നും വ്യക്തമാക്കി ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്യാവുമ്പോൾ സുന്നത്തും ഫർളും എല്ലാം കിട്ടി. അതാണ് ഏറ്റവും അക്മലായ പൂർണ്ണമായ രൂപം. അതുകൊണ്ട് അഊദു ഓതി ഫാത്തിഹയുടെ മുമ്പ് പിന്നെ ബിസ്മി ചൊല്ലി പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ തീരുവോളം ഓതി അവസാനം ആമീൻ പറയലും സുന്നത്താണ്. അപ്പോൾ അതെല്ലാം സുന്നത്തും ഫർളും പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ നമസ്കാരം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇനി ഒരു സൂറത്ത് ഓതണം. ചെറിയൊരു സൂറത്ത്, 1, 2, 3 സൂറത്തുകൾ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പറയും. ഇങ്ങനെ പിന്നെ
ഇതെല്ലാം എടുത്തു പോകുന്ന കൂട്ടത്തിൽ 2-3 സൂറത്തുകളും മീനിങ്ങോട് കൂടി വീഡിയോ ചെയ്യും നമ്മൾ. കാരണം അത് നിസ്കാരത്തിൽ ഓതുന്ന ചെറിയ സൂറത്തുകളുടെ മീനിങ്ങും കൂടി ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചെറിയ സൂറത്ത് 1-ാം ജുസിൻ്റെ താഴെയുള്ള സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് എല്ലാതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ അൽ-കഹ്ഫ് സൂറത്താണല്ലോ അങ്ങനെ വഴിയായി എടുത്തു പോരുന്നത്. ഇതോടുകൂടെ ഈ 1-ാം ജുസിൻ്റെ താഴെയുള്ള സൂറത്തുകൾ എല്ലാം അതിൻ്റെ അർത്ഥം കൂടി ചില വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടി ഒരു 3 സൂറത്ത് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് സെലക്ട് ചെയ്യുക. ഈ 3 സൂറത്തിൽ 2 സൂറത്ത് നമ്മൾക്ക് ഓരോ നിസ്കാരത്തിലും ഓതേണ്ടി വരും. ആദ്യത്തെ 2 റക്അത്തിലാണ് സൂറത്ത് ഓതുക. ഫാത്തിഹ എല്ലാ റക്അത്തിലും ഓതണം. ഇപ്പോൾ നമ്മൾ വജ്ജഹത്തു ആദ്യത്തെ റക്അത്തിൽ മാത്രമേ ഓതുള്ളൂ. നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ മാത്രമേ വജ്ജഹത്തു ഓതുള്ളൂ. അതുപോലെ ഈ കൈ ഇങ്ങനെ ഉയർത്തൽ ആദ്യത്തെ റക്അത്തിൽ മാത്രം. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൈ ഉയർത്തണ്ട, ഒരിക്കലും ഉയർത്തണ്ട. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത നിസ്കാരത്തിൽ ചെയ്താൽ അത് ചിലത് നിസ്കാരം തന്നെ ബാത്തിലാവും, ചിലതിന് കൂലി കുറഞ്ഞു പോകും ആവശ്യമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ കൈ ഇങ്ങനെ ഉയർത്തേണ്ട ആവശ്യമില്ല, അത് ചെയ്യും വേണ്ട. പിന്നെ 2ാമത്തെ റക്അത്തിൽ വജ്ജഹത്ത് ഓതേണ്ടതില്ല. ആദ്യത്തെ റക്അത്തിൽ മാത്രമേ വജ്ജഹത്ത് ഓതുള്ളൂ. ഫാത്തിഹ എല്ലാ റക്അത്തിലും ഓതണം. സൂറത്ത് ആദ്യത്തെ 2 റക്അത്തിലാണ് ഓതേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സൂറത്ത് ഓതേണ്ടത്. സൂറത്ത് നാസ് സൂറത്താണ്, ഫലക്ക് സൂറത്ത്. ഇങ്ങനെ 2 സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോൾ സൂറത്തും കഴിഞ്ഞ് ഇനി റുക്വ ചെയ്യുകയാണ്. റുക്വ ചെയ്യുമ്പോൾ കൈ രണ്ടും ഉള്ളം കൈ കൊണ്ട് കാലിൻ്റെ മുട്ടിൽ പിടിക്കുക, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിനു മേൽ കൈകൾ രണ്ടും വെച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുക. എന്നിട്ട് അതിനാണ് റുക്വ എന്ന് പറയുക. റുക്വയിൽ ചൊല്ലേണ്ട തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞാൽ മഹാനായ എൻ്റെ റബ്ബിനെ എൻ്റെ രക്ഷിതാവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അല്ലെങ്കിൽ മഹാനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഇത് 3 പ്രാവശ്യം ചൊല്ലണം റുക്വയിൽ. ഇനി റുക്വയിൽ നിന്നിങ്ങനെ ഉയരുമ്പോൾ, റുക്വയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണമല്ലോ. റുക്വയിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ പറയേണ്ട. സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പൊന്തിക്കണം. സമി അല്ലാഹു ലിമൻ ഹമീദ എന്നാണ് പറയേണ്ടത്. കൈ രണ്ടും പൊന്തിച്ച് കൈ നേരെ താഴ്ത്തിടുക. കൈ ആട്ടാനൊന്നും പാടില്ല. കൈ താഴ്ത്തിട്ട് പിന്നെ അങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ അതിന് എഴുത്തിദാലി എന്നാണ് പറയാം. ഈ എഴുത്തിദാലിൽ ചെല്ലേണ്ടത് റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്നാണ്. റബ്ബന എൻ്റെ രക്ഷിതാവേ, അതിൻ്റെ മീനിങ് പറയാം. ലക്ക നിനക്ക് മാത്രമാണ് അൽഹംദു സർവസ്തുതിയും. ലക്കൽ ഹംദു മിൽ അസ്സമാവാതി ആകാശം നിറയെ, വമിൽ അൽ-അർളി ഭൂമി നിറയെയും, വമിൽ മാ ശിഅത നീ ഉദ്ദേശിച്ചത് എല്ലാം നിറയെ, മിൻ ഷൈഇൻ ബഅദു ഇതിൻ്റെ ശേഷം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിറയെ സ്തുതി നിനക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഈ മീനിങ് എപ്പോഴും നമ്മൾ ആലോചിക്കണം. നിസ്കാരത്തിൽ ചെല്ലുന്നതിൻ്റെ അർത്ഥമാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ് ഖുശൂഉം ഖുളൂഉം ഉണ്ടാവുക. ഖുശൂഉം ഖുളൂഉം ഭയഭക്തിയോടുകൂടെയുള്ള നിസ്കാരമായി മാറില്ല അപ്പോഴാണ്. അതിനാണ് അർത്ഥം എന്തായാലും നമ്മൾ ഇതിൽ പറയും. അപ്പോൾ ഈ ഭയഭക്തിയുള്ള നിസ്കാരത്തിനാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞത്.
എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും തടയുന്നതാണ് നമസ്കാരം എന്നൊരു ആയത്തിലുണ്ട്. നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, സാധിക്കില്ല എന്നർത്ഥം. അതിന് വേണമെങ്കിൽ ഭയഭക്തിയുള്ള നിസ്കാരമാണ്. ഭയഭക്തിയുള്ള നിസ്കാരത്തിന് അതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാതിൻ്റെയും മീനിങ് വീഡിയോകളിൽ ഉൾപ്പെടുത്തും. അത് നന്നായി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ എഴുത്തിദാലിൽ ചെല്ലേണ്ടത് പറഞ്ഞു. എഴുത്തിദാല് കഴിഞ്ഞാൽ ഇനി സുജൂദിലേക്ക് പോവുകയാണ്. സുജൂദിൽ പോകുമ്പോൾ സുജൂദിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ 2 കാലിൻ്റെ വിരലുകളുടെ പള്ളഭാഗം വെക്കണം, 2 മുട്ടുംകാല് വെക്കണം, 2 മുൻകൈയിൻ്റെ പള്ളകൾ വെക്കണം. ഇങ്ങനെ 6 വെച്ച് പിന്നെ നെറ്റിയും മൂക്കും നിലത്ത് സ്പർശിക്കണം. അപ്പോൾ 6 2 8 അവയവങ്ങളായി. 7 മസ്റ്റായിട്ട് ചെയ്യണം. മൂക്കും സ്പർശിക്കണം നിലത്ത്. അപ്പോൾ അങ്ങനെ സുജൂദ് ചെയ്ത് ഒരു സുജൂദ് ചെയ്ത് ആ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നാണ് ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉന്നതനായ റബ്ബ് രക്ഷിതാവ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ആദ്യം പറഞ്ഞ റുക്കോയിൽ ചെല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണെന്ന് എന്നവിടെ മീനിങ്. ഇവിടെ എൻ്റെ ഉന്നതനായ റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന്. എത്ര വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ 3 പ്രാവശ്യം അത് ചൊല്ലണം. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഇരിക്കണം. ഈ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തായിരിക്കേണ്ടത്. വലത്തെ കാല് ഇടത്തെ കാല് പരത്തി വെച്ച് അതിന്മേലിരുന്ന് വലത്തെ കാല് കുത്തി നിർത്തുന്ന ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയാം. അതായത് സുജൂദിൻ്റെ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തമാണ്. ഈ ഇരുത്തത്തിൽ ചെല്ലേണ്ടത് റബ്ബി ഗഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നാണ് ചൊല്ലേണ്ടത്. എന്താ അതിൻ്റെ മീനിങ്? റബ്ബി എൻ്റെ രക്ഷിതാവേ, ഗഫിർലി എനിക്ക് നീ പൊറുത്തതായോ, വഗ്ഫിർലി വറഹംനി എനിക്ക് നീ കരുണ ചെയ്യണമേ, വജ്ബുർനി എൻ്റെ വീഴ്ചകൾ പരിഹരിക്കണമേ, വർസുഖ്നി എനിക്ക് ഭക്ഷണം തരണമേ, വഹ്ദിനി എന്നെ ഹിദായത്താക്കണമേ, സന്മാർഗത്തിലേക്ക് ആക്കി ചേർത്ത് തരണമേ, വആഫിനി എന്നെ രോഗമുക്തമാക്കണമേ, ആഫിയത്ത് തരണമേ എന്നുള്ളതാണ് അതിൽ ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞ് ഒരു സുജൂദും കൂടി ചെയ്യുക. അങ്ങനെ ആ സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയും. ഇപ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? ആദ്യത്തെ പോലെ നൃത്തത്തിലേക്ക് പോവുക. നൃത്തത്തിലേക്ക് പോയിട്ട് ഫാത്തിഹയും സൂറത്തും വജ്ജത്തും ഓതണ്ട. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഒരു സൂറത്തും ഓതിക്കഴിഞ്ഞാൽ ആദ്യം ഓതിയ സൂറത്തല്ല ഓതേണ്ടത്, വേറെ സൂറത്ത് ഓതേണ്ടത്. അപ്പോൾ അവിടെ ഫലക്ക് സൂറത്ത് ഓതി, ഇനിയിവിടെ നാസ് സൂറത്ത് ഓതണം. ഖുൽ റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജന്നത്തി വന്നാസ്. വേറെ സൂറത്താണ് നമ്മൾ ഓതിയത്. അപ്പോൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നെ റുക്കൂ ചെയ്യുക. റുക്കൂ ചെയ്യുമ്പോൾ ആ റുക്കോയിലും കഴിഞ്ഞ റുക്കോയിൽ പറഞ്ഞതുപോലെ സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി 3 പ്രാവശ്യം പറയാം. അത് കഴിഞ്ഞ് റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുത്തിദാലിലേക്ക് വന്നു. എഴുത്തിദാല് ശരിയായി നിവർന്ന് നിൽക്കലാണ്. ആ എഴുത്തിദാലിൽ സുജൂദിലേക്ക് ഇനി പോവാൻ ഇപ്പോൾ പറ്റില്ല. ഇതിന് മുമ്പായിട്ട് സുബഹിസ്കാരമായതുകൊണ്ട് ഇവിടെ ഖുനൂത്ത് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അത് ഈ 2ാമത്തെ റക്അത്തിൻ്റെ എഴുത്തിദാലിലാണ് ഖുനൂത്ത് ഓതേണ്ടത്. ഖുനൂത്ത് അതിന് ആ എഴുത്തിദാലിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്ന പോലെ കൈ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എന്ന് ഖുനൂത്ത് ഓതിക്കഴിഞ്ഞ് അങ്ങനെ സുജൂദിൽ ആ കൈ താഴെ ഇടാതെ കണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് മുഖം തടവൊന്നും വേണ്ട. കൈ താഴേക്ക് അങ്ങനെ ഇട്ട് സുജൂദിലേക്ക് പോവുക. സുജൂദിലേക്ക് പോയി ഒരു സുജൂദും കൂടി ചെയ്യാം. അല്ല, 2 സുജൂദ് ഇവിടെയും ചെയ്യണം.
നേരത്തെ ചെയ്ത പോലെ 2 സുജൂദും കൂടി ചെയ്യണം. അത് ആദ്യത്തെ സുജൂദ് സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദി അഅ്ലാ ബിഹംദി എന്ന് പറയാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി. അതിൻ്റെ മീനിങ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ മീനിങ് തന്നെ. പിന്നെ അത് അവിടുന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കേണ്ട വിധം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഇരുത്തത്തിൽ ചെല്ലേണ്ടത് നേരത്തെ ചെല്ലിയ മാതിരി തന്നെ. റബ്ബി ഉർദുല്ലി ഒരു അണ്ണി ഒരു കുഞ്ഞി ഒരു ഹാനി ഒരു കുഞ്ഞി ഒരു കുഞ്ഞു ആകി. പിന്നെ എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം ഒരു സുജൂദും കൂടി ചെയ്യുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി സുബ്ഹാന റബ്ബിയൽ. ഈ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇരിക്കുക. ഇരുന്നിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കുക. ഇത് ആ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയാം. അതായത് ഇടത്തെ കാലിനെ നിലത്ത് വെച്ച് പിന്നെ വലത്തെ കാൽ അതിൻ്റെ മേലെ കയറ്റി കുത്തി നിർത്തി നിലത്തിരിക്കുക. അതിനാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുക. ഈ ഇരുത്തത്തിൽ അത്തഹിയ്യാത്ത് ഓതണം, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം, കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം, ദുആ ചെല്ലണം. ഇതെല്ലാം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇടത്തും വലത്തും തിരിഞ്ഞ് അങ്ങനെ. അപ്പോൾ അതോടുകൂടി നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ അത്തഹിയ്യാത്ത് അത് എങ്ങനെയെന്ന് പറയാം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني. أنت المقدم وأنت المؤخر. لا إله إلا أنت سبحانك لا إله إلا أنت. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഇപ്പോൾ ദ്വയം കഴിഞ്ഞു, അത്തഹിയ്യാത്ത് കഴിഞ്ഞു. അത്തഹിയ്യാത്ത് മുതൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ ഇങ്ങനെ പിടിക്കുക. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അതുവരെ അത്തഹിയ്യാത്തുള്ളത്. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന നബിയുടെ മേലുള്ള സ്വലാത്താണ്. വ അലാ ആലി മുഹമ്മദ് മുതൽ ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് വരെയുള്ളത് ഇബ്രാഹിമിയായ സ്വലാത്ത് എന്ന് പറയും. അതാണ് കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത്. പിന്നെ ചൊല്ലിയത് മുഴുവൻ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു മുതൽ മസീഹ് ദജ്ജാൽ വരെയുള്ളത് ദുആയാണ്. ആ ദുആ കഴിഞ്ഞാൽ സലാം വീട്ടുക. ഇപ്പോൾ നമ്മൾ സുബഹി ശരിക്കും നിസ്കരിച്ചു, സുന്നത്തും ഫർദും എല്ലാം കൂടെ. സുബഹി നിസ്കാരം കഴിഞ്ഞു. ഈ നിലയിലാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരം ഇത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ. അത് കുട്ടികളെ കേൾക്കാനും അത് അവർക്ക് മനസ്സിലാക്കാനുള്ള സമയം രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾക്ക് അവർക്ക് എളുപ്പങ്ങളുണ്ട്. രക്ഷിതാക്കൾക്ക് പിന്നെ പഠിപ്പിക്കേണ്ടതില്ല. ഇതങ്ങോട്ട് വെച്ചു കൊടുത്താൽ അവർ ശ്രദ്ധിക്കണം. അവർ ആ നിലയ്ക്ക് ഇത് വളരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും. കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കൽ ആയാൽ അവർക്ക് ബാധ്യതയാണ് നിസ്കാരം. പ്രായപൂർത്തിയാകുന്നവരുള്ള കാര്യം രക്ഷിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. അവരോട് കൽപ്പിക്കണം, നിസ്കരിക്കണം മോനെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്നിട്ട് നിസ്കരിക്കില്ലെങ്കിൽ 10 വയസ്സായാൽ അടിച്ചിട്ട് നിസ്കരിപ്പിക്കണം എന്നൊക്കെയാണല്ലോ ഇസ്ലാമിൻ്റെ ശറഈൻ്റെ വിധി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗമാണിത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ സുബഹി നമ്മൾ നിസ്കരിച്ചു. ഇനി നാളെ മഗ്‌രിബ്, ഇനി അടുത്ത വീഡിയോയിൽ മഗ്‌രിബ് നിസ്കരിക്കലാണ്. അത് 3 റക്അത്തുള്ള നിസ്കാരം. അതിൽ ഈ ഓരോ റക്അത്തുകളും ഈ നിലയ്ക്ക് തന്നെ ചെയ്യേണ്ടത്. പക്ഷേ മഗ്‌രിബിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. ആദ്യത്തെ ഒരു അത്തഹിയ്യാത്ത് ഓതാണ്ടാവും, ബാക്കിയൊന്നുമില്ല. പിന്നെ ഖുനൂത്തില്ല മഗ്‌രിബിൽ, വേറെ ഒരു നിസ്കാരത്തിലും ഇല്ല. പിന്നെ നിസ്കാരം ഉണ്ട്, അത് പിന്നീട് പറയാം.
കുനൂത്ത് എവിടെ ഈ സുബി അല്ലാത്തടത്ത് എവിടെ ഓതാന്നൊക്കെ പിന്നീട് പറയാം. അപ്പോൾ വീഡിയോ അധികം ടൈം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര തിരക്കൂട്ടുന്നത്. ഇട്ട് തന്നെ 30 മിനിറ്റായി. അധികം സമയം എടുത്താൽ ആരും കാണില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സമയം ലഘൂകരിക്കുകയാണ്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് ഇത്രയുമാണ്. ഇനി നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഇനി മഗ്‌രിബിയാണ് നമ്മൾ എടുക്കുക. ആ മഗ്‌രിബ് നിസ്കാരം എങ്ങനെയെന്ന് പൂർണ്ണമായിട്ട് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ളുഹർ, അസർ, ഇഷ 4 നിസ്കാരം 4 റക്അത്തുള്ളതാണ്. അത് ഒരൊറ്റ ഒന്ന് കണക്കിലെടുത്താൽ പിന്നെ എല്ലാവർക്കും അത് പിന്നെ എല്ലാ നിസ്കാരത്തെ പറ്റിയും അറിയാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലഭ്യമാകാത്തവർക്കെല്ലാം കൃത്യമായി വീഡിയോകൾ കിട്ടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.